കേന്ദ്രവിഹിതത്തിൽ കേരളത്തിനോട് പൂർണ്ണ അവഗണന. ദുരന്ത ലഘൂകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് ലഭിച്ച വിഹിതം വെറും 72 കോടി രൂപ മാത്രം. സിബി ജോസഫ് ചേരുന്നു. സിബി, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായത്തിന്റെ തോത് എങ്ങനെയാണ്? ഷമ്മി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല സമിതിയാണ് ഈ ഒരു ദുരന്ത ലഘൂകരണ പ്രതിരോധ ഫണ്ടുകളുടെ വിഹിതം നിശ്ചയിക്കുന്നത്. അങ്ങനെ 15 സംസ്ഥാനങ്ങൾക്കായി 1115 കോടി 67 ലക്ഷം രൂപയാണ് കേന്ദ്ര വിഹിതമായി അനുവദിച്ചത്. ഇതിൽ കേരളത്തിന് ലഭിച്ചത് വെറും 72 കോടി രൂപ മാത്രമാണ്. അതായത് വലിയ കേന്ദ്ര അവഗണനയാണ് ഈ ഒരു SDR ഫണ്ടിലെ ലഘൂകരണ പ്രതിരോധ ഫണ്ടിലും ഇപ്പോൾ കേരളത്തിന് ഇപ്പോൾ നേരിടുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ ഒരു അവഗണന കർണാടകയ്ക്ക് 72 കോടി, തമിഴ്നാടിന് 50 കോടി, ബംഗാളിന് 50 കോടി എന്നിങ്ങനെയാണ് ആ ഒരു കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത്. എന്നാൽ ഈ 1000-ലധികം കോടി രൂപയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി ലഭിച്ചത് വെറും 195 കോടിയാകുമ്പോൾ ബാക്കി 800 കോടിയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ആ ഒരു വിവേചനം നമുക്ക് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ വലിയൊരു നാശം വിതയ്ക്കാത്ത വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പോലും 378 കോടി രൂപ അനുവദിച്ചു. അതുകൂടാതെ ഉത്തരാഖണ്ഡിന് 139 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 139 കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയും അനുവദിച്ചു. ഇങ്ങനെ വലിയ ഒരു അവഗണനയാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തോടും കേന്ദ്രം വീണ്ടും ആവർത്തിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷം മാത്രം ഇപ്പോൾ കേന്ദ്രം അവകാശപ്പെടുന്നത് SDRF ഫണ്ടിലേക്ക് 21,476 കോടി രൂപ അനുവദിച്ചു എന്നതാണ്. പക്ഷെ അത് പറയുമ്പോഴും ഈ മാസം ആദ്യമാണ് കേന്ദ്രം ഒരു 1000-ലധികം കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് പല സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. ആ സമയത്തും കേരളത്തിന് ലഭിച്ചത് വെറും 145 കോടി രൂപ മാത്രമായിരുന്നു. ഈ ഒരു വർഷം തന്നെ ഒക്ടോബർ മാസത്തിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ടായി ഒരു 675 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. അന്ന് ഈ കേന്ദ്രത്തിന്റെ പട്ടികയിൽ കേരളത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും അനുവദിച്ചു. അങ്ങനെ എല്ലാ രീതിക്കും കേരളത്തോട് പൂർണ്ണമായ അവഗണനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ധനസഹായം കേരളം നിരവധി തവണ ആവശ്യപ്പെട്ടു. ഇതുവരെയും ആ ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ഒരു അവഗണന ആവർത്തിക്കുന്നത്. ഷമ്മി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് തുക നൽകുമ്പോഴും കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ.